അനുതപിക്കുന്ന പാപിയെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളാണ് കുമ്പസാരക്കൂട്. ഏതു പാപിക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന പുത്രനായ ദൈവത്തിൻ്റെ ഹൃദയമാണ് കുമ്പസാരക്കൂട്. ആത്മാവിൻ്റെ കറകളെ ഒരമ്മയെപ്പോലെ കഴുകി വെടിപ്പാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാത്സല്യമാണ് കുമ്പസാരക്കൂട്. എന്റെ വീഴ്ചകളിൽ എന്നോടൊത്ത് സഹതപിക്കുന്ന, വീണ്ടും എഴുന്നേൽക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന, എന്റെ പിഴവുകളെ കാരുണ്യത്തോടെ മോചിക്കുന്ന ദൈവകാരുണ്യത്തിന്റെ കൂടാരത്തിന് വന്ദനം. തന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയവൻ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ പരിധികളില്ലാത്ത സ്നേഹത്തോടെ ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്ന സ്വർഗീയ പിതാവ്. കുമ്പസാരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കുന്നതിനേക്കാൾ ദാ ഇത് കണ്ടാ മതി. നിങ്ങൾ കണ്ടില്ലേ, കുമ്പസാരത്തിൽ പാപഭാരം ഇല്ലാതാകുന്നു, സങ്കടങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്താൽ നിറഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയുന്നു. കുരിശിന്റെ ഭാരം ചുമലിൽ പേറിയവനെ ഭാരം പേറുന്നവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കൂ, ആനന്ദിപ്പിക്കാനും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. എന്തിനു വൈദികനോട് പാപങ്ങളേറ്റു പറയണം? ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? പലരുടെയും സംശയമാണിത്. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. 7 കൂദാശകളിൽ ഒന്നാണല്ലോ കുമ്പസാരം. എന്തുകൊണ്ട് മറ്റു കൂദാശകളും സ്വയം നമുക്ക് ചെയ്തുകൂടാ? മറ്റു കൂദാശകളിൽ എന്തിനു വൈദികൻ തന്നെ കാർമ്മികനായിരിക്കണമെന്ന് നാം നിർബന്ധം പിടിക്കുന്നു? കുമ്പസാരം യേശു സ്ഥാപിച്ച ഒരു കൂദാശയാണ്. പാപം മോചിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ആ അധികാരം യേശു നൽകിയതുകൊണ്ട് മാത്രമാണ് വൈദികർക്ക് യേശുവിന്റെ പ്രതിപുരുഷന്മാരെന്ന നിലയിൽ പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത്. ഈ ദൈവദാനത്തിന്റെ ശ്രേഷ്ഠത നാം കൂടുതൽ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബൈബിൾ പശ്ചാത്തലവും ചരിത്രവും നാം അറിയുമ്പോഴാണ്. കുമ്പസാരമെന്ന കൂദാശയുടെ പഴയ നിയമ പശ്ചാത്തലം യഹൂദരുടെ യോം കിപ്പൂർ എന്ന പാപപരിഹാര ദിനാചരണത്തിൽ കാണാം. പുതിയ നിയമത്തിലെ കുമ്പസാര സ്ഥാപന വാക്യങ്ങൾ ഇവയാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം
സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യം. നല്ല കുമ്പസാരത്തിന് തിരുസഭ നിഷ്കർഷിക്കുന്ന 5 കാര്യങ്ങൾ. 1. പാപങ്ങൾ ക്രമമായി ഓർക്കുന്നത്. 2. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. 3. മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. 4. ചെയ്തുപോയ പാപങ്ങൾ ക്രമമായി വൈദികനെ അറിയിക്കുന്നത്. 5. വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നത്. തങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് ദൈവകാരുണ്യത്തിന്റെ മഹത്വം സ്പർശിക്കാൻ ആളുകളെ അനുരഞ്ജനത്തിന്റെ കൂദാശ പ്രാപ്തരാക്കത്തക്ക വിധം ആ കൂദാശയെ നമുക്ക് ഒരിക്കൽ കൂടി കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം. അനുതപിക്കുന്ന എല്ലാവർക്കും അത് യഥാർത്ഥ ആന്തരിക സമാധാനത്തിന്റെ ഒരു സ്രോതസ്സായിരിക്കട്ടെ.